രാവിലത്തെ ഒരു അംഗമാണ് കേട്ടോ. പിന്നെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നല്ല പണിയാണ്. ഓരോന്നും രാവിലെ നമ്മൾ തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വാശി പിടിക്കുക, ഓരോന്നിനും വേണ്ടി വാശി പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ റജിക്കുട്ടി. അപ്പം നമ്മളിന്ന് ദോശ കേട്ടോ, കടലദോശയാണ്. 2 ദിവസത്തുള്ള മാവ് ഞാൻ അരച്ച് വെച്ചാട്ടോ. അപ്പം നമ്മൾ നെയ്യോ എണ്ണയൊക്കെ വീട്ടിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ചെറിയ കൊപ്പളിക്ക് ശരി. വെള്ളം വേണ്ട പാത്തൂന്. എന്ത് കുട്ടി ഗൈസ്, എന്നെ ഇവള് വെറുതെ കുത്തുന്നു ഗൈസ് ഇവളെ എന്നെ വെറുതെ അടിക്കുന്നു ഗൈസ്. ബുക്കിന്റെ അട്ട വേണം പറഞ്ഞിട്ട് എന്നെ അടിക്കുന്നു ഗൈസ്. ചൂടാൻ വിടുന്നില്ല ഗൈസ്. ഞാൻ എന്താ ചെയ്യാ ഗൈസ്? ഓ ജു. അപ്പം ഞാൻ അവൾക്ക് എടുത്തു. അവൾ അട്ട ചോദിക്കുകയാണ് കേട്ടോ. ഏത് അട്ട ചോദിക്കണ കുട്ടി? വീടൊക്കെ ഇനി വന്നിട്ട് വേണം വൃത്തിയാക്കാൻ. ഇവിടെ ഒരാൾ സ്കൂളിൽ പോകില്ല, അവരുടെ മടിച്ച് കിടക്കുക കേട്ടോ. 4-5 ദിവസം ലീവ് കിട്ടിയപ്പോൾ കണ്ട തേങ്ങി കരഞ്ഞ് കിടക്കുക കേട്ടോ. മടി പിടിച്ചിട്ട് പോകൂല പറഞ്ഞിട്ട് കത്തണ്ടറി. എന്താണ് നിനക്ക് എന്താ വേണ്ടി പറ. രജിക്കുട്ടി ഒരുപാട് വാശിക്കാരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എന്തൊക്കെ എടുത്ത് കളയാൻ പോകുന്നു. ട്രമ്മിൻ്റെ ഉള്ളിൽ വേസ്റ്റ് കണ്ടോ ഗേസ്, കൊണ്ടുപോകണില്ല. മാസത്തിലൊരിക്കൽ കേട്ടോ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ആക്കി വെക്കാൻ വലിയ ചാക്കുമില്ല എൻ്റെ അടുത്ത്. കവറിൽ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു റോസാ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിടിക്കുമോയെന്ന് അറിയില്ല, ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. പിടിച്ചാൽ നമുക്ക് ഇതിന് ഒരു നല്ല അതുപോലത്തെ റോസ് കിട്ടും കേട്ടോ. ഇവിടെ കുഞ്ഞാപ്പൂന് നല്ല ചന്തള്ള കൂട് റിയാസ്ക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞോ ചുക്കുരുക്കുട്ടി എവിടെ? ചക്കരക്കുട്ടി അവൻ കളിക്കുക കേട്ടോ ഇതിനുള്ളിൽ. ചക്കരക്കുട്ടി എവിടെ? ഓ എൻ്റെ കൈ നോക്കണം. പോയിട്ട് വരാം കേട്ടോ. താത്താനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാം കേട്ടോ. ഒന്ന് ജനൽ തുറന്ന് നമുക്ക് നോക്കി സ്കൂള് കാണാൻ പറ്റും കേട്ടോ. അത് പുതിയ ബുക്കല്ല കേട്ടോ, പഴയ ബുക്കിൻ്റെ ഒരു അട്ട ചോദിച്ചാൽ അവൾക്ക് അറിയാം കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ ചിത്രം വരയ്ക്കാൻ എഴുതുകയൊക്കെ ചെയ്യണം അവൾ. പ്രിൻസിമോൾ എന്തൊക്കെ ചെയ്ത് കൊടുത്ത ഒരു ബുക്കാട്ടോ. അപ്പം ഞങ്ങൾ ഇടയിൽ റിയാസ്ക്കാക്ക് മൂത്രമൊഴിക്കാൻ പറ്റിയ വണ്ടി നിർത്തിയപ്പോൾ അവിടെ നിന്നപ്പോൾ ഞാൻ അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി ഇങ്ങനെ ഫോട്ടോ എടുത്താട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ മുത്തുമണീസിനെയും കൊണ്ട് പോവാം കേട്ടോ. അപ്പം ഇന്ന് 2 മടിയന്മാർ വണ്ടിയിലുണ്ട്. സ്കൂള് ഇത്രയും ലീവ് കിട്ടിയിട്ട് 2 മടിയനും വണ്ടിയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളെത്തി അവളെ കൊണ്ടുവിടാൻ പോവാം കേട്ടോ. മഴ കാരണം ലീവായിരുന്നു 2 ദിവസം അല്ലേ. അപ്പോൾ ഇന്ന് ലീവ് ഇല്ലാണ്ടായപ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അവളെ ഞങ്ങൾ കൊണ്ടുവിട്ടിട്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു തണുപ്പ് മാറാൻ വേണ്ടി ഇപ്പോൾ കുട്ടികളെല്ലാവരും വണ്ടിയിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓരോ ചായയും കടിയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കടൻ്റെ അപ്പം ഞാൻ നല്ല അടിപൊളി എണ്ണ അധികം ഇല്ല കേട്ടോ ഉഴുന്നുവടയിൽ. അപ്പം ഞാൻ ഉഴുന്നുവട എടുത്ത് കഴിച്ചില്ല, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് നെയ്യപ്പം മേടിച്ചു കേട്ടോ. എന്താണ് അതാകുമ്പോൾ മധുരമല്ലേ, ലൈറ്റ് മധുരമാണ്. പിന്നെ ചായ ഇതാ റിയാസ്ക്ക് ബാക്കി കൂടെ കൊണ്ടു നോക്കുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ ഈ കട. അപ്പോൾ എനിക്ക് ഞാൻ നെയ്യപ്പോട്ടോ നല്ല അധികം മധുരമില്ല, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴ ഇങ്ങനെ മുടാപ്പ് കെട്ടി നിൽക്കുമ്പോൾ നല്ല ചായ ഇതും കുടിക്കാൻ നല്ല രസം കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ മുരിങ്ങ ഉണ്ടല്ലോ, അപ്പോൾ 2 ഇല്ലി മുരിങ്ങ പൊട്ടിച്ചിട്ടോ. മുട്ടയിലിട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവരും പറയും കർക്കിടക മാസത്തിലെ ഇലക്കറികൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അതൊരു തെറ്റായ ഒരു ഇതാട്ടോ. ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽത്തിയാണ്, ഈ സമയത്ത് കഴിച്ചാൽ ഒരു കുഴപ്പം വരില്ല എന്നൊക്കെ.
അപ്പോൾ ചിലർ അത് ഫേക്കായിട്ട് ഓരോരുത്തർ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അതുപോലെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ഫേക്കാട്ടോ അത്. കഴിക്കണവർക്ക് കഴിക്കാം, എല്ലാത്തവർക്ക് കഴിക്കേണ്ട അത്ര. പക്ഷേ നമുക്ക് നല്ലതാട്ടോ, സിയും ബിയും ഡിയും കുറവുള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പം എനിക്ക് സി ഒക്കെ കുറവാട്ടോ കുറച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മുട്ടൻ്റെ അതും കീരിയും ഒക്കെ നല്ല ഇതാണല്ലോ. അപ്പോൾ അത് കുറച്ച് വറുക്കുക. പിന്നെ ഇന്നലത്തെ കൊള്ളു പുളി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ കൊള്ളും കത്തിരിക്കയും പുളി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഒഴിവില്ലാത്തതിനും വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ 2 ദിവസമായിട്ട് വരാണ്ടിരുന്നത്. അപ്പോൾ അത് പുളി വെച്ചപ്പോൾ അതുണ്ട് ചാറ്, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ റിൻഷിമോള് സ്കൂളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ, അപ്പം ഒന്ന് നേരെ മെല്ലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറ്. അവൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ വെക്കും. അപ്പോൾ അവൾ സ്കൂളിലേക്ക് പോകണില്ലല്ലോ, ഇന്ന് പോയിട്ടില്ലല്ലോ. പിന്നെ ഇതാ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വേഗം വേവാത്ത അരിയാണ്. പിന്നെ ഞാൻ ചൂല് തന്നെ നടക്കുക കേട്ടോ. ഇത്ര നേരം തെക്കും വടക്കും പിന്നെ മുരിങ്ങൻ്റെ കുഴച്ചിലൊക്കെ അങ്ങോട്ട് കൊണ്ട് കളഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും അടിച്ചു വിട്ട് തുടക്കണില്ല. പിന്നെ നല്ല തണുപ്പുമില്ലേ ഇവിടെ, തണുപ്പുള്ള സമയത്ത് തുടച്ച് കഴിഞ്ഞാൽ വഴിക്ക് അങ്ങോട്ട് പോകും. എന്നാലും 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കും കേട്ടോ. പിന്നെ ഇതാ മുരിങ്ങ കുഴച്ചിലും അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വിട്ടു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. പിന്നെ ചോറ് വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇനി മുരിങ്ങയും മുട്ടയും റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വലിയുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഉപ്പിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ പിന്നെ മുട്ടയും മുരിങ്ങയിലും ഇട്ടിട്ട് ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. അല്ല മുട്ടയിട്ടിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ വെക്കണത്. പിന്നെ അപ്പോൾ ഞാനതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ മുരിങ്ങയൊന്നും കഴുകിയിട്ടിട്ട് മഴ കൊണ്ട് എന്നാലും ഒന്നും കൂടി കഴുകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറ് വിസിൽ പോയിട്ട് ഞാൻ അതൊന്ന് വടിച്ചിടണം കേട്ടോ. ഇനി രാവിലെ നമ്മൾ ദോശയെല്ലാം ഉണ്ടാക്കി അങ്ങനെ വരുമ്പോൾ ഒരു ചായയും കടിയും കുടിച്ചു. പിന്നെ വിശപ്പൊന്നുമില്ല കേട്ടോ. ഇനി ഉച്ചക്കൽ ഒരു 3 മണിയൊക്കെ ആവും കഴിക്കുമ്പോൾ. ഫാത്തിമക്കുട്ടിനെ വിളിച്ച് വന്നിട്ട് ഇനി കഴിക്കുള്ളൂ. അതിനിടയിൽ റിയാസ്ക്കാക്ക് കൊടുക്കും കേട്ടോ. റിയാസ്ക്കാക്ക് ഓരോ തോന്നലാണ്, വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ പിന്നെ 5 മണിയൊക്കെ ആവും കഴിക്കുമ്പോൾ. പിന്നെ കുറച്ച് തിരുമ്പാനുണ്ട് കേട്ടോ. ഡെയിലി തിരുമ്പാൻ മഴയ്ക്ക് ഉണങ്ങിയും കിട്ടണില്ല കേട്ടോ. പിന്നെ നമ്മൾ മെഷീനിൽ പിഴിഞ്ഞ ശേഷം ഒന്ന് വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് പിന്നെ റൂമിൽ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ ഷിഫ്റ്റായിട്ട് അങ്ങനെ തുണികളൊക്കെ ഉണക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ കറണ്ട് അടുപ്പ് ഇന്നൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഗ്യാസ് എടുത്ത കാരണം പിന്നെ അങ്ങനെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചായ ഇതൊക്കെ വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇനി ഷെൽഫൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട് കേട്ടോ. പിന്നെ തുണിഞ്ഞ വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഇനി ഊരി ഉണങ്ങാനിടണം. അപ്പം അതിന് മുമ്പ് നമ്മുടെ ഉള്ളിയും മുരിങ്ങയും നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട കേട്ടോ ഉടച്ച് വീഴ്ത്തുന്നത്. അപ്പോൾ 2 മുട്ട പോരാ, ശരിക്കും ഒരു 4-5 മുട്ടയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 മുട്ട കേട്ടോ ഇട്ടത്. പിന്നെ ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ നല്ല മൊരിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മൾ മുരിങ്ങ കഴിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. നല്ലതാണ് ഈ സമയത്തൊക്കെ കഴിക്കണത്. നമ്മൾ കുമ്പളങ്ങൻ്റെ ഇല, മത്തൻ്റെ ഇല ഒക്കെ കഴിക്കില്ലേ, അതേപോലെ നമ്മുടെ ചൊറിയണേൻ്റെ ഇലയൊക്കെ നമ്മൾ തോരനൊക്കെ വെച്ച് കഴിച്ചാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അത് വെച്ചിട്ടില്ല, ഒരു ദിവസം വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് എവിടെയും കാണാനില്ല കേട്ടോ. കുറച്ചുള്ളത് വൃത്തിയുമില്ല, അതുകൊണ്ട് ഞാൻ വലിച്ചിട്ടില്ല കേട്ടോ. നല്ല ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഒന്ന് വലിച്ച് നമുക്ക് ടേസ്റ്റ് നോക്കണമെന്നുണ്ട്. ഇലക്കറികളൊക്കെ നല്ലതല്ലേ. അപ്പോൾ നമ്മളങ്ങനെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിടുകയാണ് കേട്ടോ. എടുത്തിട്ട് അതിന് നമ്മുടെ ചോറൊന്ന് വാറ്റിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ ഇനി ഇത് വെച്ചൊന്ന് അടിച്ച് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള 2 ദിവസത്തെ വീഡിയോ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നീട് വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.